നമസ്തേ ഭഗവാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നമ്മൾ ഒരുപാട് നിരവധി മന്ത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നിത്യജീവിതത്തിലെ ഉപയോഗപ്രദമായിട്ടുള്ള മനോഹരമായ മന്ത്രങ്ങൾ അല്ലേ? മന്ത്രങ്ങൾ ജപിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു സുഖവൈഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പഴയ ആൾക്കാർ അല്ലെങ്കിൽ പഴയ ആചാര്യശ്രേഷ്ഠന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൽപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഉളുക്ക് എന്ന് പറയുന്നത്. ഉളുക്ക് വന്നിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് ശരീരം ഉളുക്കി പിടിക്കാറുണ്ട് ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഉളുക്കിന് ഓതുന്ന അല്ലെങ്കിൽ ഓതിക്കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ഉളുക്കിനൊക്കെ ഓതുന്ന ഒരു മന്ത്രമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ശക്തിയേറിയ ഒരു മന്ത്രം തന്നെയാണ്. ആ മാന്ത്രികൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയോ? ഭസ്മം കൊണ്ട് ഒരു ശൂലം വരയ്ക്കും. എന്നിട്ട് ശൂലത്തിൻ്റെ അറ്റത്ത് ത്രിശൂലം വരച്ച് ആ ശൂലത്തിൻ്റെ അഗ്രഭാഗത്ത് ആരെ ഇരുത്തും? ഉളുക്ക് വന്ന ആളിനെ ഇരുത്തും. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മറുസൈഡിൽ മാന്ത്രികൻ ഇരുത്തും. മാന്ത്രികൻ ഇരുന്നിട്ട് നമ്മൾ പരിചയപ്പെടാവുന്ന മന്ത്രം ചൊല്ലും. കേൾക്കുമ്പോൾ ഒരു കൗതുകവും ഒരു ആശ്ചര്യവും തോന്നാം. ഇതൊരു പ്രയോഗമാണ്, പ്രയോഗസഹിതമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ മന്ത്രം ഏതാണെന്ന് അറിയണ്ടേ? വേണമെങ്കിൽ പറയേ. അത് തന്നെ, അങ്ങനെ പറയേ. അപ്പോൾ മന്ത്രം ഇതാണ്, എഴുതിയെടുത്തോ. ഓം നമോ ഭഗവതേ ചെന്നാക്കിറച്ചിയും ചേറ്റും വടക്കേ പുരയിൽ വടുകൻ വാ സ്വാഹ. മന്ത്രം ഒന്നുകൂടെ പറയാം. ഓം നമോ ഭഗവതേ ചെന്നാക്കിറച്ചിയും ചേറ്റും വടക്കേ പുരയിൽ വടുകൻ വാ സ്വാഹ. ഈ ഒരു മന്ത്രമാണ് ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിക്കേണ്ടത് 16 തവണയാണ്. 16 തവണയാണ് ജപിക്കേണ്ടത്. അത് എങ്ങനെ ജപിക്കണമെന്നറിയാമോ? അതാ രസം. ഒരു താളവും കൂടെ അതിന് വേണമെന്നാ പറയാറ്. അതെങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശൂലം വരച്ചിട്ട് ഭസ്മം കൊണ്ട് ശൂലം വരച്ചിട്ട് ആ ശൂലത്തിൻ്റെ അങ്ങേ തലയിൽ ഉളുക്ക് വന്ന ആളിരിക്കും. ഉളുക്കിൽ വന്ന് അസ്വസ്ഥതയുള്ള ആ ആള് ആ ശൂലത്തിൻ്റെ അങ്ങേ തലയിരിക്കും. ഇങ്ങേ തലയിൽ, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് മാന്ത്രികനിരിക്കും. മാന്ത്രികൻ ഇരുന്നിട്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. എങ്ങനെ ചൊല്ലുന്നു? ഉടഞ്ഞ ചട്ടിയിൽ പിച്ചാത്തി കൊണ്ട്, കത്തി കൊണ്ട് തട്ടി താളം പിടിച്ചിട്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. എന്തൊക്കെ പ്രയോഗങ്ങളല്ലേ! ഇതൊക്കെ എങ്ങനെ ചൊല്ലുമ്പോൾ എങ്ങനെ ഇതൊക്കെ മാറുന്നത്? അത്ഭുതം. ഇതൊക്കെ അറിവിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അനാചാരങ്ങള് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയേക്കാം. എന്നാലും സാരമില്ല. ഇത് നിങ്ങൾ ആരും വിശ്വസിക്കണമെന്നോ ഇത് ജീവിതത്തിലേക്ക് പകർത്തണമെന്നോ എന്നൊന്നും പറയുന്നില്ല ഞാൻ. ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ഈ മന്ത്രപരിചയങ്ങളൊക്കെ ഇത് ഭാരതത്തിൽ നിലനിന്നിരുന്നതും ചില സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്നതുമായ മന്ത്രങ്ങളാണ്. അനാചാരങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം, എന്നാലും വിഷയമല്ല. സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കേവലം അറിവുകൾക്ക് വേണ്ടി മാത്രം സ്വീകരിക്കുക. ഇതൊക്കെ ഉപയോഗിക്കണമെന്നും ഞാൻ പറയുന്നില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. മന്ത്രങ്ങൾ എപ്പോൾ സ്വീകരിച്ചാലും ഉപയോഗിച്ച ശീലം വന്ന വ്യക്തികളിൽ നിന്ന്, അതായത് മന്ത്ര ജപസിദ്ധിയുള്ള അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് മന്ത്രങ്ങൾ ദീക്ഷയായി സ്വീകരിക്കുക. എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ തുടങ്ങുക. എല്ലാവർക്കും, എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സർവ്വ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. നമസ്തേ ഭഗവാൻ.